ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു ഐറ്റം കാണിച്ചു തരാം. ദാ ഈ കാണുന്ന സംഭവം എന്താണെന്നറിയാം. ഇതിലാണ് ഞാൻ എന്റെ എല്ലാ വർക്കുകളും വെച്ച് ചെയ്യാറ്. അതായത് കട്ടിങ്, പെയിന്റിങ്, പരത്തല്, ഉരുട്ടല് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഞാൻ അതിൽ വെച്ചാ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോലം നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇതെന്നോ എവിടുന്നോ ഒഴിവാക്കിയൊരു സംഭവം ഞാൻ എടുത്തതാണ്. പക്ഷെ ഉണ്ടല്ലോ, ഞാനും വാങ്ങിച്ചു. എന്താന്നല്ലേ, ദാ ഇങ്ങനെ കാണുമ്പോ തന്നെ ഇതെന്താന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോല്ലോ. കുറെ വെയിറ്റ് ചെയ്ത് വാങ്ങണോ വേണ്ടേ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചെടുത്ത് പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു ഇന്നൊരെണ്ണം വാങ്ങിയേക്കാം. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അത് കുറച്ച് നീറ്റ്നെസ്സിൽ കാണുമ്പോ അത് നിങ്ങൾക്കും കൂടി കാണാനൊരു ഇൻട്രസ്റ്റ് തരുമല്ലോ. എനിവേ ഐ ആം സോ എക്സൈറ്റഡ് ടു ഓപ്പൺ ദിസ്. കം ഓൺ ഗൈസ്, ലെറ്റ്സ് അൺബോക്സ്. മൈ ഗോഡ്, ഞാൻ വിചാരിച്ച സാധനം അങ്ങനെ ഫൈനലി എന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ എന്തെങ്കിലും ഒരെണ്ണം ഇത് വെച്ച് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ കവറിന്റെ ഉള്ളൊന്നും കൂടി നമുക്കിതൊന്ന് പുറത്തേക്ക് എന്തായാലും വാങ്ങിക്കല്ലെന്ന് വിചാരിച്ചിട്ട് A3 സൈസിന്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഫ്ലിപ്പിന്ന് വെറും 250 റുപ്പീസിനാണ് ഈ ഒരു ഐറ്റം അത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ കഴിയില്ല, കാരണം വേറെ ഫോണിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെ ഇതിൽ കൊടുക്കണേ? എന്തായാലും പറ്റണ പോലെ ഞാൻ ചെയ്യാട്ടോ. ഇത് ഓപ്പൺ ആക്കുമ്പോ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സംഭവത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എങ്കിലും ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിച്ചതല്ലേ, അതിന്റെ ഒരു ഇത് അത് എനിക്കുണ്ട്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ. പക്ഷെ ഇപ്പൊ തന്നെ അത് കട്ട് ചെയ്ത് നോക്കണില്ല, കാരണം ഇനി അഥവാ ഇതിൽ മാർക്കൊക്കെ വരികയാണെങ്കിൽ എനിക്കിത് കേടെടുത്താൻ താല്പര്യമില്ലടാ. എന്നാലും ഇത് കിട്ടിയ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട. കമോൺ ഗൈസ്, നമുക്ക് കുറച്ച് വെറി സ്റ്റോൺസ് ഉണ്ടാക്കി, അതും ഡിഫറെന്റ് സ്റ്റൈല് 5 പീസസ്. ഇത് കിട്ടിയ സന്തോഷത്തിന് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് വെറി സ്റ്റോൺ എത്തി. ഈ വെറി സ്റ്റോൺ എന്താന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയോ? ആക്ച്വലി ഇതൊരു സ്ട്രെസ് റിലീഫ് സ്റ്റോൺ ആണ്. എന്നാൽ ഇത് കുറച്ചൊരു ക്യൂട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്കിത് വേണമെങ്കിൽ ഷോ പീസ് ആയിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ കളിക്കാലോ. ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു കാണൂലേ യെല്ലോ സ്മൈലിയുടെ ബോള്, അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വേറൊരു വക വേണം. ഇതുണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ. ആദ്യം ഒരു ബോൾ ഉണ്ടാക്കുക, അതിനൊന്ന് പരത്തുക, പിന്നെ കയ്യിൽ കുറച്ചൊരു വെള്ളം വെച്ചിട്ട് ഇതാ ഈ നമ്മുടെ ഫിംഗർ വെച്ചിട്ട്, ഏത് ഫിംഗർ, തം ഫിംഗർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ആ ഒരു സ്പേസിൽ നമ്മൾ ഫിംഗർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്ട്രെസ് എല്ലാം റിലീഫ് ആയി പോകുന്നതാണ് ഗൂഗിൾ പറയുന്നത്. അപ്പൊ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഞാൻ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താന്നുള്ളത് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ കാര്യം, പക്ഷേ ഫൈനൽ ലുക്ക് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ചെയ്ത ഒരു ബേസിന് 2 കുഞ്ഞു കണ്ണ്, ഒരു കുഞ്ഞു ബീക്ക്, അതുപോലെ കുഞ്ഞു 2 ഹെയർ, 2 കുഞ്ഞു കാലുകളും ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ ഐറ്റം ഇങ്ങനെ റെഡിയായി. ഇനി നെക്സ്റ്റ് വൺ ചെയ്യാം. അതും ഇതുപോലെ തന്നെ. ആദ്യം നമ്മൾ ചെയ്ത 6 കുഞ്ഞു ബേസും, അതുപോലെ 2 കുഞ്ഞു ഐസും, 2 കുഞ്ഞു ഇയേഴ്സും, 2 കുഞ്ഞു കണ്ണുകളും ചെയ്തെടുത്തതാ സംഭവം ഇങ്ങനെ കിട്ടും. ഇനി തേർഡ് വൺ ചെയ്യാം. പറയേണ്ട ആവശ്യമില്ലല്ലോ, ബേസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 2 കുഞ്ഞു ഇയേഴ്സ് ആണ് ചെയ്തെടുക്കുന്നത്. അത് ഇതിമ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിനു ശേഷം അതൊന്ന് ജസ്റ്റ് മസാജ് ചെയ്യാം. മസാജ് ചെയ്യല്ല, ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് ഇതാ പതിവ് പോലെ മീൻസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഒരു കുഞ്ഞു ടൈലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈലില് പാലനഫ് വെച്ചിട്ട് 1-2 വരാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വരാസ് മീൻസ് ലൈൻസ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നറിയാം, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. സെയിം പ്രോസസ് ആയതുകൊണ്ട് നെക്സ്റ്റ് വൺ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, അത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ 5th വണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ 5 പീസസ് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കളറിങ്ങിലോട്ട് പോവാം. ഇതിന്റെ കളറിംഗ് കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത ഈ സ്റ്റോൺ ക്യാരക്ടേഴ്സ് അത് ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വണ്ണിന് നമ്മൾ കൊടുക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡ്. അപ്പൊ ഇതെന്താവും? ഓഫ് കോഴ്സ് ഇതൊരു ഡെക്ലിംഗ് ആണ്. കളറിംഗ് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, എല്ലാം സിംഗിൾ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വല്ലാണ്ട് ലാഗാക്കാണ്ട് ദാ ഫസ്റ്റ് വണ്ണിന്റെ ലുക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി സെക്കൻഡ് വൺ ചെയ്യാം. ഇത് ഏറ്റവും ഈസി ആയിട്ട് കളർ ചെയ്തെടുക്കാം, കാരണം വൈറ്റും ബ്ലാക്കും മാത്രം മതി. വൈറ്റും ബ്ലാക്കും മാത്രം വേണ്ടിയിട്ടുള്ള ഒരു അനിമൽ ഏതാണ്? യെസ്, ഇറ്റ്സ് ലൈക്ക് എ പാണ്ട. അപ്പൊ ഈ പാണ്ടക്കുട്ടനെ ഒരു മൂക്കും വായും കൂടി വരച്ചു കൊടുത്താ ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി തേർഡ് വണ്ണിന്റെ കളറിങ് നോക്കാം. നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് ക്യാറ്റിന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിലും ഒരു ക്യാറ്റിന് ചെയ്യാന്ന് വിചാരിച്ചു. വീഡിയോയിൽ നേരത്തെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഈ ക്യാറ്റിന്റെ കൂടെ ഞാൻ ഒരു മിനി ഹാർട്ട് കൂടെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ്. 4th വൺ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. 2 കുഞ്ഞു കൊമ്പും 2 കുഞ്ഞു ചെവിയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താന്നുള്ളത് ആർക്കും മനസ്സിലാവും. അങ്ങനെ നല്ലൊരു പുള്ളി പശുവിനെയാണ് നമ്മൾ ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ. യെസ്, ഇറ്റ്സ് ലാസ്റ്റ് വൺ. ഫുള്ളി ഗ്രീൻ ആണ്. അപ്പൊ പിന്നെ ഇതെന്താവും? യെസ്, ഇറ്റ്സ് എ താളക്കുട്ടൻ. ഈ താളക്കുട്ടന് ഇനി 2 കണ്ണും വായും കൂടി സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഓൾ സെറ്റ്. ഇനി നമുക്ക് ചെയ്ത് വെച്ച എല്ലാതും കൂടെ ഒന്ന് ഒരുമിച്ച് കണ്ടാലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ 5 പീസസ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. എനിക്കിതിൽ ക്യൂട്ടായിട്ട് തോന്നിയത് ഇതാ ഈ ഒരു ഐറ്റം ആണ്. ഈ ഒരു പാണ്ടക്കുട്ടനെയും അത് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഈ ഒരു ഐറ്റം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ഈ 5 പീസസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് നമ്മളെ ഫൈനൽ വൺ. ഇനി ഇതിന്റെ ആ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഒന്നുമില്ല, നമ്മൾ ആ സെന്ററിൽ വെച്ച ആ ഹോളല്ല, ആ ഒരു ഭാഗത്ത് ഇതാ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്ട്രെസ് എല്ലാം കുറഞ്ഞിട്ട് നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആകുന്നതാണ് ഗൂഗിൾ പറയുന്നത്. ഞാനിതെല്ലാം വെച്ചിട്ട് ഓരോ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി നോക്കി. പിന്നെ ഇത് നമ്മൾ ചെയ്ത ആ ഒരു ഐറ്റം ആയതുകൊണ്ട് തോന്നുന്നുണ്ട് എനിക്ക് ഈ സംഭവം ഒന്നും ഇഷ്ടമായി. ശരിക്കും ഇതിന്റെ റിയൽ ഫീൽ അറിയണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പീസ്ഫുൾ ഫീൽ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫീൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ നെക്സ്റ്റ് ഐറ്റം വരും വരെ സൈനിങ് ഓഫ് യോ 10 സോൺ.